കാലവർഷം എത്തിയിട്ടും മഴക്കാലപൂർവ്വ ശുചീകരണ നടപടികൾ ഉണ്ടാകാത്തത് യാത്ര ദുരിതമാക്കുന്ന കാഴ്ചകളാണ് ഒന്നാം നമ്പർ സംസ്ഥാന ഹൈവേയായ MC റോഡിലടക്കം കാണുവാൻ കഴിയുന്നത്. ഒരൊറ്റ മഴയിൽ MC റോഡിന്റെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും കനത്ത വെള്ളം ഉയരുന്നത് വലിയ വാഹനങ്ങൾക്ക് പോലും വലിയ അപകട ഭീഷണി നേരിടുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. MC റോഡ് വികസനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചാൽ മാത്രമേ MC റോഡിലടക്കം ഇനി യാത്ര സുഗമമായി നടത്താൻ കഴിയൂ എന്നുള്ള ദുരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ കാത്തിരിപ്പിന് ഇനി വർഷങ്ങൾ നീളുന്നു എന്ന സ്ഥിതി കൂടി ഉള്ളപ്പോൾ ഇപ്പോഴത്തെ പ്രതിസന്ധി കൂടുതൽ ഗൗരവമുള്ളതാക്കുകയാണ്. MC റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതും അവശിഷ്ടങ്ങളും നിറഞ്ഞ് ഓടകൾ പൂർണ്ണമായും വെള്ളമൊഴുക്ക് സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഓടകളിലെ അനധികൃത കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും ഒരളവ് വരെ MC റോഡിലടക്കമുള്ള വെള്ളം ഒഴുകിപ്പോകുന്ന സാഹചര്യം ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇതിലുപരി ഓടകളിൽ നിന്ന് എത്തുന്ന വെള്ളം ശേഖരിക്കാൻ സ്ഥലമില്ലാത്ത സാഹചര്യമാണ് വലിയ പ്രതിസന്ധി തീർത്തിരിക്കുന്നത്. ഓടകളിൽ ചിലയിടങ്ങളിൽ വെള്ളമൊഴുക്ക് സാധ്യമാണെങ്കിലും മുൻപ് ഇവ പാടങ്ങളിൽ താഴുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പാടങ്ങൾ പൂർണ്ണമായി നികത്തപ്പെട്ടതോടുകൂടി വെള്ളം താഴ്ന്ന് ഇറങ്ങാനുള്ള അവസ്ഥ ഇല്ലാതിരിക്കുകയാണ്. ഇതുമൂലം വെള്ളമൊഴുക്ക് അസാധ്യമായി തുടരുന്ന സാഹചര്യമാണ്. അനിയന്ത്രിതമായ മണ്ണ് ഖനനവും പാടം നികത്തലും ഭൂമിക്ക് സമ്മാനിക്കുന്ന വലിയ വെല്ലുവിളികളുടെ ആദ്യ അനുഭവങ്ങളിലൂടെ നീങ്ങുകയാണ് നാടും നഗരവും വ്യത്യാസമില്ലാതെ. മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടികൾ ഉണ്ടായാൽ ഒരളവ് വരെ MC റോഡിലെങ്കിലും വെള്ളക്കെട്ട് ഇല്ലാതാക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പള്ളിക്കവല, പാറ്റാനി ജംഗ്ഷൻ, കുറവലങ്ങാട് ബോയ്സ് ഹൈസ്കൂളിന് മുൻവശം, കുറവലങ്ങാട് സെൻട്രൽ ജംഗ്ഷന് സമീപം, മുട്ടുങ്കൽ ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കുറവലങ്ങാട് ടൗണുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് രൂക്ഷമായ പ്രതിസന്ധി ഉയർത്തുന്നത്.